ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടെക് ആൻഡ് ബൈറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്ലം കേക്ക് കുക്കറിൽ ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/4 കപ്പ് ഗോതമ്പ് പൊടി, ഡ്രൈ ഫ്രൂട്ട്സ്, സ്പൈസസ്, 3 മുട്ട, വാനില എസൻസ്, ഷുഗർ, ബട്ടർ, ഓറഞ്ച്. പിന്നെ കുക്കർ ഒരു 180 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ആദ്യം ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്യാനാണ് പോകുന്നത്. അതിനായി ഡേറ്റ്സ്, നട്ട്സ്, ചെറി, ബദാം, ഫിഗ്, ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കിസ്മിസ്, ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓറഞ്ച് സ്കിൻ ഗ്രേറ്റ് ചെയ്തതും ഡ്രൈ ഫ്രൂട്ട് സോക്കാകാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ഓറഞ്ച് ജ്യൂസ് റെഡിയാക്കി വെക്കുക. ഡ്രൈ ഫ്രൂട്ട്സും ഗ്രേറ്റ് ചെയ്ത ഓറഞ്ചും എല്ലാം ഒരു എയർ ടൈറ്റ് ജാറിൽ എടുക്കുക. എന്നിട്ട് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെക്കുക. ഞാൻ 2 ദിവസമാണ് വെക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഒരു 30 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കട്ടി കൂടിയ പാനിൽ 1/4 കപ്പ് പഞ്ചസാര മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കാരമലൈസ് ചെയ്യണം. ബ്രൗൺ കളർ ആകുമ്പോൾ അതിൽ 1/4 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ. കട്ടിയാകുന്നത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ സിറപ്പാണ് കേക്കിന് കളർ കൊടുക്കുന്നത്. ഏകദേശം ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആകുമ്പോൾ നിർത്തിയിട്ട് ആ സിറപ്പ് തണുപ്പിക്കാൻ വെക്കുക. 3 എഗ് വൈറ്റ് എടുത്തു ബീറ്റ് ചെയ്യുക. അതിലോട്ട് ഒരു പിഞ്ച് സാൾട്ട് ആഡ് ചെയ്യുക. കാൽ കപ്പ് പഞ്ചസാര കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. ഏകദേശം ഒരു 6-8 മിനിറ്റ് എടുക്കും ഇത് നല്ലതുപോലെ ബീറ്റായി കിട്ടാൻ. എഗ് വൈറ്റ് ബീറ്റ് ചെയ്തതിനു ശേഷം മാറ്റിവെച്ച 3 മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്യുക. അതിൽ ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. അതിലോട്ട് ഒരു 50 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ബീറ്റ് ചെയ്യുന്നതിൽ ഫസ്റ്റ് ഉണ്ടാക്കിയ കാരമലൈസ്ഡ് സിറപ്പ് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒരു ബൗളിലേക്ക് മാറ്റുക. അതിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ആഡ് ചെയ്യുക. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ബാറ്ററിൽ ആഡ് ചെയ്യുമ്പോൾ താന്നു പോകില്ല. 1/2 കപ്പ് ഗോതമ്പ് പൊടി ആഡ് ചെയ്യുമ്പോൾ അതിൽ സ്പൈസസ് കൂടി ആഡ് ചെയ്യണം. അതിനായി 3 ഗ്രാമ്പു, ഒരു മീഡിയം സൈസ് കറുകപ്പട്ട, 3 ഏലക്ക അത് പൊടിച്ചു വയ്ക്കുക. പഞ്ചസാര കൂടി ആഡ് ചെയ്താൽ ഈസിയായി പൊടിഞ്ഞു കിട്ടും. എഗ് വൈറ്റിന്റെ മിക്സിൽ മുട്ടയുടെ മഞ്ഞ മിക്സ് കുറേശ്ശെ ആഡ് ചെയ്തു നന്നായി മിക്സ് ചെയ്യുക. അതിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും സ്പൈസസ് പൗഡറും ആഡ് ചെയ്തു നന്നായി ഫോൾഡ് ചെയ്യുക. അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. കൂടുതൽ മിക്സ് ചെയ്യരുത്. കൂടുതൽ മിക്സ് ചെയ്താൽ ബാറ്ററിൽ താന്നു പോകും ഡ്രൈ ഫ്രൂട്ട്സ്. എന്നിട്ട് ഒരു കേക്ക് ടിന്നിൽ ആ മിക്സ് ചെയ്ത ബാറ്റർ ഒഴിക്കുക.
എയർ ബബിൾസ് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കുക്കറിൽ ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് കുക്കറിൽ ഒരു റിങ് വെക്കുക. എന്നിട്ട് കുക്കർ ക്ലോസ് ചെയ്ത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. ഏകദേശം ഒരു 150 ഡിഗ്രി ആകുന്നത് വരെ പ്രീഹീറ്റ് ചെയ്യേണ്ടതാണ്. അതിനായി കുക്കർ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. പ്രീഹീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് മോൾഡ് അതിലിറക്കി വെച്ച് ലോ ഫ്ലെയിമിൽ ഏകദേശം 45 to 1 hour വരെ വെക്കുക. ടൈം ആകുമ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക. ടൂത്ത് പിക്കിൽ കേക്കിന്റെ ബാറ്റർ ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ ആ കേക്ക് റെഡിയായി. പതുക്കെ കേക്ക് കുക്കറിൽ നിന്ന് എടുത്ത് കൂളാകാൻ വയ്ക്കുക. ചൂടാറിയിട്ട് കേക്ക് അൺമോൾഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്.